രാവണാന്തക രാമ ശ്രീരാമ മമ കൃതി രമതാം രാമ രാമ. അതു കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം. അതമിഥില നൃപപതി സുതയോടു ചൊല്ലിയിടിനാൻ, അഞ്ജനാപുത്രൻ പ്രവജ്ഞനാനന്ദനൻ ഇതു കരുതുകമയ ഭയ കുതുക ഭക്തി പ്രഭാന്വിതം. വീരൻ നമസ്കരിച്ചിടിനാനന്ദികെ പ്രിയവചന സഹിനനത ലോകമാതാവിനെ പിന്നെയും 3 വലത്തു വെച്ചിടിനാൻ. വിടതരിക ജനനി വിട കൊള്ളുവാനടിയെന്നു വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം. ഭവന ശുഭമയി തനയ പതിതവ നിരന്തരം ഭർത്താരുമാശു വരുത്തിയിടുകത്ര നീ. സുഖമൊടുക ജഗതി സുചിരം ജീവ ജീവ നീ. ചെറുതകലയൊരു വിടവിശിഖിരവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സി ജിതശ്രമം. പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായതി പാടവമുള്ളൊരു ദൂതം നിയോഗിക്കിൽ. സ്വയമതിനൊരഴലിയെ നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുമുത്തമൻ. അതിനു മുഹുരഹി അഖില നിശിചരകുലേശ്വരനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനുപരി വഴിയുമിതു സദൃഢമിതി ചിന്ത ചെയ്ത രാമാമൊക്കെ പിടിച്ചു തുടങ്ങിയിടിനാൻ. എന്നൊരു ശബ്ദവും രജനി ചരപുരി ചടിതി കീഴ്മേൽ മറിഞ്ഞിതു. രാമദൂതൻ മഹാവീര്യപരാക്രമൻ ഭയമൊടതു പൊഴുതു നിശി ചരികളുമുണർന്നിതു. പാർത്ത നേരം കവിവീരനെ കാണായി മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും. നിശിതമസി വരുവതിനു കാരണമെന്തു ചൊൽ നീയറിഞ്ഞിലയോ ചൊല്ലീവനാരടോ. അവനിമകൾ അവരൊടിതു ചൊന്ന നേരത്തവരാശു ലങ്കേശ്വരനോടു ചൊല്ലിയിടിനാൻ. ഒരു വിപിന ധ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു. പൊരുവതിനു കരുതിയവൻ അപഗത ഭയാകുലം പൊട്ടിച്ചിതു ചൈതന്യ പ്രാസാദമൊക്കവേ. മുസലധര നിശമതു കാക്കുന്നവരെയും ഉൾപ്പെട്ടു തച്ചു കൊന്നീലഹോ. പോയിലവനവിടം നിനിയും പ്രഭോ. ദശവദന നിധി രജനി ചരികൾ വചനം കേട്ടു ദന്തശൂകോപമേ ക്രോധവിവശനായി. ഇവനിവിടെ നിശിതമസി ഭയമൊഴികെ വന്നവനേതു വെളിയവനല്ലെന്നു നിർണയം. സഭയതര ഹൃദയമത മോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തിയിടി